അല്ല, അവർക്ക് ചായ വാങ്ങി കൊടുത്ത പോരെ. ആളെ വിളിച്ചിട്ട് ബാബ നീ അവിടെ പോയി കണ്ടൂലേ, ഒരു ചായ നല്ല വടിയും വാങ്ങിക്കൊടുക്കുക പാർട്ടി ഓഫീസിന്. അവരെ അഭിവാദ്യം ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അയാളിപ്പോൾ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന RSSകാരെയും മറ്റു വർഗീയവാദികളെയൊക്കെ കണ്ട് സംഭാഷണം നടത്തുന്നവരെ അഭിവാദ്യം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ. അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അഭിവാദ്യം ചെയ്യട്ടെ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അത് വീണയ്ക്കോ അല്ലെങ്കിൽ റിയാസിനോ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ കൊടുത്തിട്ടെങ്കിൽ അദ്ദേഹം ഒഴിയണം എന്നാ പറഞ്ഞത്. അദ്ദേഹം കൊടുത്തിട്ട് ഒഴിയാനല്ല പറഞ്ഞത്, അത് തിരുത്തണം. ഇനിയിപ്പോ ഒരു നിവൃത്തിയില്ല. എന്നാൽ പാർട്ടിക്കാർക്കും കൈമാറാൻ അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഈ സമൂഹത്തിൽ എന്താ പറയാ, അദ്ദേഹം ഇങ്ങനെ ഓരോ ഈ നാടിന്റെ വികസനം ഇങ്ങനെ കൺകുളിർമയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുമുണ്ടാകുന്ന പ്രയാസം, നാടിന് വരാൻ പോകുന്ന നഷ്ടത്തിൽ അദ്ദേഹത്തിന് ബേജാറുണ്ടെങ്കിൽ അദ്ദേഹം മകൾക്കോ മരുമകനോ കൈമാറട്ടെ എന്നാ പറഞ്ഞത്. കുടുംബവാഴ്ച എന്ന് പറഞ്ഞത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ മതി. താങ്കൾ പറയാൻ ഉദ്ദേശിച്ച മുഖ്യമന്ത്രി അത്രയും മോശം ഭരണമാണ്, അത്രയും തരം താഴ്ന്ന ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ എടുക്കുക. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പൂരം കലക്കിയ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി RSSന്റെയും മറ്റു വർഗീയ ശക്തികളുടെയും നേതാക്കളുമായുള്ള അവരുടെ സമ്പർക്കം, ഈ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തത് വളരെ നിലവാരം കുറഞ്ഞ തീരുമാനമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. നിലവാര തകർച്ച തന്നെയാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഈ പാർട്ടിക്കാണ്. ആ പാർട്ടി അതിനെ സല്യൂട്ട് ചെയ്യാണ്. അപ്പൊ പിന്നെ സഖാക്കളിന് എന്താ ചെയ്യേണ്ടത് അവരെ അറിയിക്കട്ടെ. ഇന്നലെ വിജയരാഘവൻ പറഞ്ഞത് ഈ PR ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എല്ലാം വ്യക്തമാക്കി, അതോടുകൂടി എല്ലാം അവസാനിച്ചതാണ്, ഇനി ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, രാത്രി ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഓരോ ആളുകൾ ഇതിനെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായി ന്യായീകരിച്ചു എന്നുള്ളതാണ്. ഈ സമയം നോക്കി ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ പോലത്തെ ഒരു സാധുവിന് അതേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനെന്ന്, ഇവർക്കൊക്കെ എന്താണ് ഈ പറയാനുള്ള നിവൃത്തികേട് എന്ന് കേരളത്തിലെ സഖാക്കളെ ചോദിക്കാൻ തുടങ്ങി. ആ നിവൃത്തികേടിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന പ്രഖ്യാപിച്ചിരുന്നല്ലോ, എന്തെങ്കിലും ആയോ? അതിന്റെ അടുത്ത ഘട്ടങ്ങൾ എന്തെങ്കിലും ആയോ? അതിന്റെ പണിയിലായി. നിങ്ങളൊരു ഒഴിവ് തരുന്നില്ലല്ലോ. ഞായറാഴ്ച നമ്മളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള അതിൻ്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, നമ്മളൊരു സ്ട്രാറ്റജി പബ്ലിക്കുമായി നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അതിൽ ജനങ്ങളിലേക്ക് നമ്മളത് വിടും. അതിനുശേഷം ജനങ്ങൾക്ക് നമ്മുടെ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തും. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പാർട്ടിയുടെ ഫൈനൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും അത് എന്താ പറയുക സീൽ ചെയ്യുകയും ചെയ്യാം. മഞ്ചേരി ജസീല ജംഗ്ഷനിൽ. അത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ എല്ലാ നല്ലവരുടെ മനുഷ്യരുടെ മുമ്പ്. 6-ാം തീയതി ഈ വരുന്ന സൺഡേ വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരി ടൗണിലെ ജസീല ജംഗ്ഷനിലെ ബൈപ്പാസിലുള്ള വലിയ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്തിലാണ് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പോലീസിൻ്റെ ഈ ഗുണ്ടായിസം, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഇടയിലുള്ള ഈ നെക്സസ്, നാട് നേരിടുന്ന പൊതുവായ വിഷയങ്ങൾ, ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക അപരവൽക്കരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങി താമർ ജിഫ്രി വിഷയം വരെയുള്ള വിഷയങ്ങൾ ഇന്ന് നമ്മളവിടെ പ്രതിപാദിക്കപ്പെടും. അതുകൊണ്ട് ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ നിലമ്പൂർ പരിപാടിക്ക് പറഞ്ഞ കാര്യം, ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ അതിന് പിന്നിൽ താനുണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം MLA തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തി. ജനങ്ങളിൽ നിന്നും അഭിപ്രായ രൂപീകരണം സ്വരൂപിച്ചതിന് ശേഷമാണോ ഈ പാർട്ടി പ്രഖ്യാപനം നടത്തിയത്, അതോ സ്വയം തീരുമാനിച്ചത്? അതായത് കഴിഞ്ഞ ഒരു CM-ന്റെ എന്നെ തള്ളിക്കൊണ്ട് എന്നെ കള്ളനാക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിന് ശേഷമാണല്ലോ പുറത്തേക്ക് വരേണ്ടി വരുമെന്നുള്ള തീരുമാനം ഉണ്ടാകും. അന്ന് തൊട്ടുള്ള നമ്മുടെ ആലോചനയും കമ്മ്യൂണിക്കേഷനുമാണ്. നിങ്ങളടക്കമുള്ളവർ പറഞ്ഞിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകും. CPM ലീഡർഷിപ്പ് പ്രചരിപ്പിച്ചിരുന്നത് നമ്മൾ ലീഗിലോ കോൺഗ്രസിലോ പോകും. അപ്പം ആ ഒരു സാഹചര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നിലമ്പൂരിലെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ ഞങ്ങളതിന് അണിയായി നിൽക്കും. അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലിയ സമ്മർദ്ദം ജനങ്ങളുടെ, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. ചിലതൊന്നും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഇനി നാളെ പൊതുസമൂഹത്തിൽ പെട്ടെന്നൊരു പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. വലിയ അടിയൊഴുക്കുകൾ ഈ പറഞ്ഞ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളിത് നീട്ടരുത്. നിങ്ങളുടെ പാർട്ടിയുടെ നയം രൂപീകരിച്ചത്, ജനങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കണം. ഞങ്ങളെല്ലാം ഇതിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നീട്ടരുത് എന്ന പൊതുസമൂഹത്തിൻ്റെ വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് എനിക്ക് ഇന്നലെ അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്. പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞ് അത് ചേരാൻ കഴിയുമെന്ന് ചില നിയമവൃത്തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അങ്ങ് അതിൽ പങ്കാളിയാവാതിരിക്കുന്നത് നിയമപരമായ സാഹചര്യം വരില്ലേ? അല്ല, ആ സാഹചര്യത്തെ നമ്മൾ നേരിടും. വേണ്ടി വന്ന രാജ്യക്കും അത്രയേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അതിലിപ്പോൾ ഒരു MLA പണി പോകണി പോട്ടെ, ഞാനത് വിഷയാക്കുകയല്ല. നമ്മൾ ഈ ഒരു പോരാട്ടമാണിത്. ഈ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ 3 അക്ഷരം വേണമെന്ന അഭിപ്രായം എനിക്കില്ല. അതാണ് നിയമമെങ്കിൽ ആ നിയമത്തിന് വിധേയമായി എന്ത് നടപടിയാണോ ഞാൻ സ്വീകരിക്കേണ്ടത് ഞാൻ സ്വീകരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ പോരാട്ടം നിർത്താൻ പറ്റുമോ? ഇതിൽ ഇന്നലെ UDF പറഞ്ഞത് ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ആ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രാഥമികമായി തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതോ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങനെ പോകാൻ കഴിയും? ഇല്ല, ഞാനതൊന്നും ഇപ്പം ആലോചിക്കുന്നില്ല. പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നമ്മൾ അസസ് ചെയ്താലില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കും. ഞാൻ എൻ്റെ കസാല എവിടെ പോയിരിക്കും. സ്പീക്കർ അവിടെ ഇരിക്കണ്ടായിരുന്നു, കത്തുന്ന എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഞാൻ കത്തൊന്നും കൊടുക്കുന്നില്ല. ഈ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാവും പറഞ്ഞല്ലോ. ഈ ഇപ്പൊ നിലവിലുള്ള ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ UDF എന്നൊക്കെ വലിയ ആരെങ്കിലും ഒക്കെ താങ്കളൊപ്പം ചേരുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾ ഈ വിഷയത്തിൽ നമ്മൾ ഉയർത്തുന്ന ഈ നിലപാട് 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇവരൊക്കെ ഇതിലുണ്ട്. പക്ഷേ അവരൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ പലതിനെയും ഭയപ്പെടുന്നു. എന്നാൽ ജീവഭയം തന്നെയാണ് കാര്യമായിട്ട്. ആ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. ചിലരൊക്കെ എന്നോട് പറഞ്ഞത്, സഖാവേ ഒരു രക്ഷയില്ല, നമ്മളെ കുടുംബത്തെ അങ്ങ് നാറ്റിക്കും. അത് നാറ്റിച്ച കുറേ പഴയ കഥകൾ പഴയ ലീഡർഷിപ്പ് പാർട്ടി വിട്ടപ്പോൾ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അത് നേരിടാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. നമ്മളൊക്കെ തകർന്നു പോകും. നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മളൊക്കെ തകർന്നു പോകും. നമ്മളെ മക്കളൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലാവും. അതുകൊണ്ടാണ് സഖാവ് നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോവാം, എന്നിട്ട് ഒന്നൊന്ന് ഈ ഇതിലൊന്നും എന്താ പറയുക, ഒരു തിരമാല ഒന്ന് അടങ്ങിയാൽ ഞങ്ങളൊക്കെ അതിലേക്ക് വരാം എന്ന് തന്നെ പറയുന്നത്. പാർട്ടി രൂപീകരണം മുന്നോട്ട് പോകും. അതിൽ നിയമപരമായിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതനുസരിച്ച് നീങ്ങും. വേണമെങ്കിൽ MLA പദവി രാജിവെക്കും. അതെ, അത്രേ ഉള്ളൂ. നമ്മളീ പോരാട്ടം തുടരും. ആ പോരാട്ടം തുടരാൻ MLA പദവി നിയമപരമായി തടസ്സമാണെങ്കിൽ ഈ സാധനം എടുത്ത് നമ്മൾ കൊടുക്കും, അത് പിടിച്ചോന്ന് പറയും. ഈ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. യാതൊരു തർക്കമില്ല. വളരെ വേഗത്തിലാക്കുകയാണ് ഈ പാർട്ടി രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ. ഇനിയിപ്പോ ബൈ ഇലക്ഷൻ വരാൻ പോവാണ് വയനാട്. അതിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു നിലപാട്? അത് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പാർട്ടി രൂപീകരിച്ച് ഇതിനുമേൽ ലീഡർഷിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ആ ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടുള്ള ഒരു ജനകീയ തീരുമാനം അതിന് മുകളിലുണ്ടാവും. ഇങ്ങനെ പേരിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് തിങ്കളാഴ്ച പറയും.